നമസ്കാരം. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് കേട്ടിട്ടില്ലേ? അതാണ് അവസ്ഥ മുഖ്യന്റെയും മകളുടെയും. ആ കള്ളൻ പിടിയിലാകാൻ ആരെങ്കിലുമൊക്കെ ഒരു നിമിത്തമാകുകയും ചെയ്യും. അതുപോലെയാണ് പിണറായിയുടെയും മകളുടെയും കാര്യത്തിൽ മാത്യു കുഴൽനാടൻ MLA-യുടെയും അഡ്വക്കേറ്റ് ഷോൺ ജോർജിന്റെയും ഒക്കെ കാര്യം. രാഷ്ട്രീയ വൈര്യം എന്നതൊക്കെ തന്നെ ഇതിന് പിന്നിലെ കാരണം. പിന്നെ അഴിമതി നടത്താതിരുന്നിട്ടുള്ള നേതാക്കളൊക്കെ കുറവാണ്. പക്ഷേ ഇതുപോലെ പച്ചയ്ക്ക് അഴിമതി എന്ന് പറഞ്ഞാൽ ആരും തലയിൽ തുണിയിട്ട് പോകുന്ന അഴിമതി, പൊതുജനത്തിന്റെ കിഡ്നി വരെ അച്ഛനും മോളും കൂടി അവർ അറിയാതെ വിറ്റേനെ. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ഇപ്പോൾ നിർണായക തെളിവുകൾ കൂടി പുറത്തു വരുമ്പോൾ CBI-യോ ED-യോ അന്വേഷണത്തിന് എത്തുമെന്ന നിഗമനത്തിൽ തന്നെയാണ് CPM. അത്രമാത്രം അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് പാർട്ടിക്കും അറിയാം. അതിനിടെ വിഷയം രാഷ്ട്രീയ ചർച്ചയാക്കാൻ കോൺഗ്രസും തീരുമാനിച്ചിരിക്കുകയാണ്. BJP-യും വിഷയം ചർച്ചയാക്കും. ഇതോടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയം എക്സോലോജിക്കായി മാറും. എക്സോലോജിക് കമ്പനി മരവിപ്പിക്കുന്നതിനായി തെറ്റായ വിവരങ്ങൾ നൽകി എന്നതാണ് വീണയ്ക്കെതിരെയുള്ള കണ്ടെത്തൽ. രജിസ്റ്റർ ഓഫ് കമ്പനീസ് ആണ് വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. CPM ഇതുവരെ തീർത്ത എല്ലാ പ്രതിരോധവും ഈ വിഷയത്തിൽ പാളുകയാണ് ഇതോടെ. കരിമണൽ കമ്പനിയായ CMRL-ൽ 13.4% ഓഹരിയുള്ള KSIDC-യെ പ്രത്യക്ഷമായും അതുവഴി CMRL-നെ പരോക്ഷമായും നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നാണ് ബംഗളൂരു ROC-യുടെ പരാമർശം. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സോലോജിക് കമ്പനിയും CMRL-ലുമായുള്ള ഇടപാട് അതിനാൽ തന്നെ കമ്പനി നിയമപ്രകാരം തൽപര കക്ഷികൾ, അതായത് റിലേറ്റഡ് പാർട്ടികൾ തമ്മിലുള്ളതാണെന്നാണ് റിപ്പോർട്ടിലെ 6-7 പേജുകളിൽ പറയുന്നത്. ദുരൂഹമായി പ്രവർത്തിക്കുന്ന കമ്പനികൾക്കെതിരെ കമ്പനി നിയമം 206(4) പ്രകാരമുള്ള അന്വേഷണം വീണയുടെ കമ്പനിക്കെതിരെ 2021 ജനുവരി മുതൽ നടക്കുന്നുണ്ടെന്ന വെളിപ്പെടുത്തലുമുണ്ട്. കമ്പനി നൽകിയ അപേക്ഷയിലും സത്യവാങ്മൂലത്തിലുമാണ് വീണ ക്രമക്കേട് കാണിച്ചത്. ഇത് സംബന്ധിച്ച് ROC റിപ്പോർട്ടിൽ മരവിപ്പിക്കലുമായി ബന്ധപ്പെട്ട രേഖകളിൽ ക്രമക്കേടുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സൂചന. എക്സോലോജിക് മരവിപ്പിക്കുന്നതിനുള്ള എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് വീണ അപേക്ഷയും സത്യവാങ്മൂലവും സമർപ്പിച്ചത്. 2 വർഷത്തോളം ഒരു ഇടപാടുകളും നടത്താത്ത കമ്പനികൾക്ക് മാത്രമേ മരവിപ്പിക്കലിന് അപേക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ. ഇത് മറച്ചുവെച്ചായിരുന്നു 2022-ൽ കമ്പനി അപേക്ഷ നൽകിയിരുന്നതെന്നും ROC കണ്ടെത്തി. കമ്പനിക്കെതിരെ തർക്കമുള്ള കാര്യവും മറച്ചുവെച്ചു. എക്സോലോജിക്കും വീണയ്ക്കും എതിരെ തടവ് ശിക്ഷയും പിഴയും കിട്ടാവുന്ന 447, 448, 449 വകുപ്പുകൾ ചുമത്തണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനൊപ്പമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് പരാമർശിക്കുന്ന ആരോപണവും ROC-യുടെ റിപ്പോർട്ടിലുള്ളത്. എക്സോലോജിക്കിനെതിരായ ROC റിപ്പോർട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആയുധമാക്കാൻ പ്രതിപക്ഷം നീക്കം തുടങ്ങിയിട്ടുണ്ട്. എക്സോലോജിക് കരുവന്നൂർ കേസുകൾ മുന്നിൽ വെച്ച് CPM-യുമായി ധാരണയ്ക്ക് BJP ശ്രമം നടത്തുന്നുവെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. തൃശൂർ ലോക്സഭാ സീറ്റ് ലക്ഷ്യമിട്ടുള്ള BJP നീക്കങ്ങൾക്ക് CPM ഈ കേസുകളുടെ പേരിൽ വഴങ്ങുന്നുവെന്ന സംശയം പ്രതിപക്ഷ നേതാവ് തന്നെ ഉന്നയിച്ചത് ഇത് മുന്നിൽ കണ്ടാണ്. കോടതി മേൽനോട്ടത്തിലെ അന്വേഷണം വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. പിണറായിക്കെതിരെ വ്യാപക പ്രചാരണം ഈ വിഷയത്തിൽ കോൺഗ്രസ് നടത്തും. ഈ സംശയ പ്രകടനം കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. CPM BJP ധാരണയെന്ന പ്രചാരണ ആയുധം പുറത്തെടുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള ആദ്യപടിയായി വിലയിരുത്താം. കള്ളപ്പണം വെളുപ്പിച്ചത് അന്വേഷിക്കേണ്ടത് ED-യും അഴിമതി കേസ് അന്വേഷിക്കേണ്ടത് CBI ആണെന്നും അതിനു തയ്യാറാകാതെ കേന്ദ്ര സർക്കാർ എക്സോലോജിക്കിനെ രക്ഷപ്പെടുത്താൻ വഴിയൊരുക്കുന്നുവെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ മറ്റൊരു വാദം. ഒപ്പം CPM പ്രതിരോധത്തിൽ നിൽക്കുന്ന കരുവന്നൂരിനെ കൂടി ഇതോടൊപ്പം കൂട്ടിക്കെട്ടുകയാണ് പ്രതിപക്ഷം. കൊൽക്കത്ത യാത്ര റദ്ദാക്കി പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ പോയ മുഖ്യമന്ത്രിയുടെ നടപടിയും കോൺഗ്രസ് വീണുകിട്ടിയ ആയുധമാക്കി മാറ്റുകയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സോലോജിക് കമ്പനിയും കരിമണൽ കമ്പനിയായ CMRL-ഉം തമ്മിലുള്ള വിവാദ ഇടപാടുകളിൽ KSIDC നേരിട്ട് കക്ഷിയെന്ന് ROC റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. CMRL-ൽ 13.4% ഓഹരി പങ്കാളിത്തമുള്ള KSIDC-ക്ക് തീർച്ചയായും CMRL-ന്റെ ഇടപാടുകളെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാരിന്റെ വ്യവസായ നയം നടപ്പാക്കുന്ന ഏജൻസി കൂടിയാണ് KSIDC എന്നതും ROC ഓർമ്മിപ്പിക്കുന്നുണ്ട്. CMRL-ൽ KSIDC-ക്ക് പ്രത്യേക താൽപര്യമില്ലെന്ന് സ്ഥാപിക്കുന്നതിന് CMRL ഉൾപ്പെടെ 40 കമ്പനികളിൽ KSIDC നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നാണ് ROC മുൻപാകെ വീണ വാദിച്ചത്. എന്നാൽ
മറ്റു കമ്പനികളെ കുറിച്ച് വീണയുടെ മറുപടിയിൽ പരാമർശിച്ചിട്ടില്ല. KSIDC വഴിയും ഈ വിവരം ലഭിച്ചിട്ടില്ല. ഇക്കാര്യം റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എക്സോലോജിക് കമ്പനി മരവിപ്പിച്ചത് പലതും മറച്ചുവെക്കാനാണെന്ന ആക്ഷേപം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. കമ്പനി മരവിപ്പിക്കാൻ നടപടിക്കായി ROCക്ക് സമർപ്പിച്ച രേഖകളിൽ വീണ വിജയൻ അടിമുടി കൃത്രിമം കാണിച്ചെന്നാണ് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നത്. മരവിപ്പിക്കലിന് അപേക്ഷിക്കാനുള്ള യോഗ്യത എക്സോലോജിക്കിന് ഉണ്ടായിരുന്നില്ല. 2 വർഷത്തിനിടെ ഒരു ഇടപാടും നടത്തിയിട്ടില്ലാത്ത കമ്പനികൾക്ക് മാത്രമാണ് മരവിപ്പിക്കൽ അപേക്ഷ നൽകാൻ സാധിക്കുക. ഇത് മറച്ചുവെച്ചാണ് 2022-ൽ കമ്പനി അപേക്ഷ നൽകിയത്. 2021 മെയ് മാസത്തിൽ എക്സോലോജിക് ഇടപാട് നടത്തിയതിന് രേഖയുണ്ടെന്ന് ROC പരിശോധനയിൽ കണ്ടെത്തി. തീർപ്പ് കൽപ്പിക്കാത്ത നിയമ നടപടികളോ നികുതി അടക്കാൻ ഉണ്ടെങ്കിലോ മരവിപ്പിക്കലിന് അപേക്ഷിക്കാനാവില്ല. നിയമ നടപടികളില്ലെന്നും നികുതി ബാക്കിയില്ലെന്നുമാണ് എക്സോലോജിക് നൽകിയ രേഖ. എന്നാൽ 2021 കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനി ഡയറക്ടർക്ക് അടക്കം നോട്ടീസ് കിട്ടിയത് എക്സോലോജിക് മറച്ചുവെച്ചു. ആദായ നികുതിയായി 42,38,038 രൂപയും അതിന്റെ പലിശയും എക്സോലോജിക് അടക്കാൻ ബാക്കിയുണ്ടായിരുന്നു. ഇതെല്ലാം മറച്ചുവെച്ച് എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നു എന്നുള്ള തെറ്റായ സാക്ഷ്യപത്രങ്ങളാണ് വീണയും എക്സോലോജിക്കും ഹാജരാക്കിയത്. 2022 നവംബറിൽ കമ്പനി മരവിപ്പിച്ചതിന് ശേഷം സമർപ്പിക്കേണ്ട രേഖ ഹാജരാക്കിയതുമില്ല. രേഖകൾ കെട്ടിച്ചമച്ചതിനും വിവരങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതിനും എക്സോലോജിക്കും വീണയ്ക്കുമെതിരെ തടവ് ശിക്ഷയും പിഴയും കിട്ടാവുന്ന വകുപ്പുകൾ ചുമത്തണമെന്നാണ് റിപ്പോർട്ട്. വീണ വിജയന്റെയും കമ്പനിയുടെയും രേഖകൾ സാക്ഷ്യപ്പെടുത്തിയ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കന്ദസ്വാമി ത്യാഗരാജു ഇളയരാജയെയും പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ. വീണ നടത്തിയ ക്രമക്കേടുകൾ പിഴ ശിക്ഷയിൽ ഒതുക്കാവുന്നതല്ലെന്നും പ്രോസിക്യൂട്ട് നടപടികൾ വേണമെന്നുമാണ് റിപ്പോർട്ടിലുള്ളത്. രേഖകളിൽ കൃത്രിമം കണ്ടെത്തിയ സാഹചര്യത്തിൽ കമ്പനി മരവിപ്പിച്ച നടപടി പിൻവലിക്കാമെന്നും നിർദ്ദേശമുണ്ട്. നന്ദി.